അടുത്തത് ധനുക്കൂറാണ്. സാജിറ്റേറിയസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ പാദവും ചേർന്നതാണ് ഈ ധനുക്കൂറ്. അവരുടെ ജോലി സംബന്ധമായിട്ടും അല്ലെങ്കിൽ അവരുടെ ബിസിനസ് സംബന്ധമായിട്ടും ഒക്കെ ചില വ്യത്യാസങ്ങൾ പാർട്ട്ണർഷിപ്പിലോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ അതിൽ ഒക്കെ ചില വ്യത്യാസങ്ങളും ഒക്കെ ഈ ആഴ്ച ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ആദ്യ ഭാവത്തിൽ വ്യാഴം 7ാം ഭാവത്തിലാണ്. എന്നാൽ പിന്നീടത് അഷ്ടമത്തിലേക്ക് 8ാം ഭാവത്തിലേക്ക് അത് മാറുന്നു. അപ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പരസ്പരം യോജിച്ച് ചെയ്യുന്ന അതായത് പാർട്ട്ണർഷിപ്പിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിട്ട് ഒന്നിച്ചോ പ്രത്യേകിച്ച് ഫിനാൻസ് കാര്യങ്ങളിലും ഒക്കെ ഉള്ള ഒന്നിച്ചുള്ള ബിസിനസ്സിലോ ഒക്കെ കുറച്ച് അനിശ്ചിതത്വം ഒക്കെ ആഴ്ചയുടെ അവസാനമാകുമ്പോഴത്തേക്കും വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആദ്യകാലത്ത് കുറച്ച് ലാഭങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായേക്കാം. എന്നാൽ ആഴ്ചയുടെ അവസാനമാകുമ്പോൾ ഇങ്ങനെയുള്ള ബിസിനസ്സിൽ നിന്നൊക്കെ കഴിയുന്നത്ര ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പറയുന്ന മറ്റ് വ്യാപാര രംഗത്താണെങ്കിലും ആഴ്ചയുടെ ആദ്യ ഭാവം നല്ലതാണെങ്കിലും അവസാന സമയത്ത് കഴിയുന്നത്ര ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ ലോൺ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ്സിലേക്കൊക്കെ ആണെങ്കിൽ പുതിയ ലോണൊക്കെ സാങ്ഷനായി അത് എടുക്കുന്ന കാലം ഈ ഒരു ആഴ്ചയുടെ അവസാനമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഉണ്ടാകും. അതുമൂലം ഉണ്ടാകുന്ന റിലേഷൻഷിപ്പിൽ ചില ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മറ്റ് റിസോഴ്സസിൽ കൂടെ, അതായത് ഡയറക്റ്റ് അല്ലാത്ത ഇൻഡയറക്റ്റ് റിസോഴ്സസിൽ കൂടെ വരുന്നതായിട്ടുള്ള സംഗതികൾ അത് കുറച്ച് സൂക്ഷിക്കാനുണ്ട്. അതിൽ മൂലം ചില കേസുകളിലോ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് പെടാൻ ഇവർക്ക് സാധ്യതയുണ്ട്. അതിൽ കുറച്ച് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. കുടുംബജീവിതത്തിൽ ഒരു ആശയവിനിമയം ഒക്കെ സാധിക്കേണ്ടതാണ്. അതില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ക്രമേണ അത്ര അനുകൂലമല്ലാത്ത ഒരവസ്ഥയിലേക്ക് ആണ് കാണുന്നത്. അത് ആദ്യം മുതലേ ശ്രദ്ധിച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ആരോഗ്യപരമായിട്ട് മാനസികമായിട്ടുള്ള ചില മെൻ്റൽ സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് വ്യാഴത്തിന് ശാന്തി ചെയ്യുക, ശാന്തി ഹോമം, മറ്റേ വ്യാഴത്തിൻ്റെ ദാനം ചെയ്യുക. ഉത്തമനായിട്ടുള്ള ഗുരുവിനെ പോലുള്ള ഒരാൾക്ക് അഥവാ ഗുരുവിന് തന്നെ വ്യാഴഗ്രഹത്തിൻ്റെ അതായിട്ടുള്ള പാത്രം, അതുപോലെ അതിൻ്റെ ധാന്യം, വസ്ത്രം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ ചേർത്ത് സ്വന്തം ഗുരുവിന് ദാനം ചെയ്യുകയും അനുഗ്രഹം വാങ്ങിക്കുകയൊക്കെ വളരെ നല്ലതാണ്. ഇതൊന്നും സാധിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ യഥാക്രമം പ്രദക്ഷിണാദികൾ ചെയ്യുന്നതും അവിടെ വഴിപാടുകൾ നടത്തുന്നതും ചെയ്യാവുന്നതാണ്.